ചോനെ ഇതന്നാണാവോ വീട്? ഇവിടെ ജോലിക്ക് ആവശ്യമുണ്ട് ഒരാളെ അറിഞ്ഞാണ്ട് ഇന്നലെ വിളിച്ചത് നിങ്ങൾ തന്നെയല്ലേ? ഇത് സുഖമില്ലാത്ത ഉമ്മാനുണ്ട് നോക്കാനെന്നൊക്കെ പറഞ്ഞിട്ട്. ആ കേറി വരി. ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയും ജോലിക്ക് നിന്നീനോ താത്ത? ആ മോളെ, ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. കുറേ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. അല്ല, ഇവിടെ ഒരു ഉമ്മ ഉണ്ടെന്ന് പറഞ്ഞിനല്ലോ, ഉമ്മ എവിടെ? ഉമ്മ അതാ റൂമിലാ. ആ താത്ത, ഇവിടെ കാര്യമായിട്ട് ഉമ്മാനെ നോക്കാനാട്ടോ ഞാന് നിങ്ങളോട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കുക, മരുന്ന് കൊടുക്കുക, പിന്നെ ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഞാൻ പോണതിന് മുന്നേ കുറച്ചൊക്കെ കൂടി തരണ്ട്, ബാക്കിയുള്ള പണികൾ നിങ്ങൾ എടുത്താൽ മതി. ഏതായാലും ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ബാപ്പ ഉണ്ട്, പിന്നെ ബാപ്പാക്ക് അസുഖമൊന്നുമില്ല. അപ്പം ഭക്ഷണമൊക്കെ സമയത്തിന് എടുത്തു കൊടുത്താൽ മതി കേട്ടോ. എന്നാ വരുമ്മ ആ റൂമിലാ, കാണിച്ചു തരാം മാൻ. ഉമ്മ, ഓയ്, ഈ താത്തേ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതാട്ടോ. ഇനി ഞാൻ ജോലിക്ക് പോയാലും നിങ്ങൾ ഒറ്റക്കാവൂലല്ലോ, പിന്നെ ബാപ്പാക്ക് ഒന്ന് സമാധാനത്തിൽ പുറത്തേക്കും പോവാ. അപ്പം ഈ താത്ത ഉണ്ടാവും കേട്ടോ മഞ്ഞ് ഇന്ന് മുതൽ. മോളെ, പൈസ എത്രയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പൈസൻ്റെ കാര്യത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട താത്ത. നിങ്ങൾ ഈ വീട്ടിലെ ജോലിയൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ ഉമ്മാനെയും ബാപ്പാനെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കിയാൽ മതി. അത് നമുക്ക് എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം കേട്ടോ. അതിന് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഹലോ. ആ ബാപ്പ വന്നോ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ബാപ്പ ഇതാട്ടോ നമ്മളെ സഹായിക്കാൻ വന്ന താത്ത. താത്ത ഇതാട്ടോ നമ്മളെ ചായപാത്രം, പിന്നെ പാചകം ചെയ്യാനുള്ള പാത്രമൊക്കെ ഇതിലുണ്ട്, പിന്നെ പൊടികളൊക്കെ ഇത് അവിടെ ഉണ്ട് കേട്ടോ. ആ ആയിക്കോട്ടെ മോളെ. മോളെ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വാ. ആ താത്ത, ആ വരാ. ഉമ്മാക്ക് കൊടുത്താത്ത? ആ ഉമ്മാക്ക് കൊടുത്തു, ബാപ്പാക്കും കൊടുത്തു. താത്ത വരി താത്ത, നമുക്കൊപ്പം കുടിക്കുക, വരി. അയ്യോ മോളെ, ഞാൻ ഇവിടെ ഇരുന്ന് ചായ കുടിക്കേ? ഞാനവിടെ അടുക്കളയിലോ അല്ലെങ്കിൽ അവിടെ പുറത്തത്തെ തിണ്ണയിലൊക്കെ ഇരുന്ന് കുടിച്ചോളാം. മോള് കുടിച്ചോ? അതൊന്നും വേണ്ട, ഇവിടെ ഇരിക്കി. താത്താൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് 3 പെൺമക്കളാ മോളെ. ഓല് 3 ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഓല് വാപ്പ ഇട്ടേച്ച് പോയതാ. പിന്നെ ഞാൻ ഇങ്ങനെ വീട്ടുജോലി ചെയ്ത് കാണ്ട് ഓലൊക്കെ വളർത്തി ഉണ്ടാക്കി. ഇപ്പം കല്യാണമൊക്കെ കഴിച്ച് ഓരൊക്കെ ഭർത്താക്കന്മാരെ വീട്ടിലാ. ഞാൻ ഒറ്റക്കായപ്പോൾ പിന്നെ ഇങ്ങനെ സമയം പോണില്ല. പിന്നെ ഞാൻ ഈ വീട്ടുജോലിക്ക് തന്നെ ഇറങ്ങിയതാ. എല്ലാം ശരിയാവും താത്ത, നിങ്ങൾക്ക് ഈ വീട്ടിലൊരു അംഗത്തെ പോലെ കഴിയാം. മോളെ, ഞാൻ ഇത്ര കാലം ജോലി ചെയ്തിട്ട് ഇത്ര സ്നേഹമുള്ള കുട്ടീനെ ഞാൻ ഒരു വീട്ടിലും കണ്ടിട്ടില്ല. ഇങ്ങനെ ടേബിളിൽ ഇരുന്നൊന്നും എന്നെ ആരും ഭക്ഷണം കഴിക്കാനൊന്നും വിളിക്കലില്ല. ഞാൻ അടുക്കളയിലോ അല്ലെങ്കിൽ തിണ്ണയിലോ ഒക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കല്. താത്ത കരയേണ്ട താത്ത, എനിക്ക് പോവാൻ സമയമായി കേട്ടോ. ഞാൻ പോയി നോക്കട്ടെ കേട്ടോ, കയ്യേ കെട്ടെ. ഉമ്മ, ഓയ്, ഞാൻ പോവാട്ടെ എന്നാല്. ഞാൻ താത്ത ഉണ്ടല്ലോ കേട്ടോ. അസ്സലാമു അലൈക്കും. ആ വലൈക്കും അസ്സലാം. ഇയാളെന്താ ഇങ്ങനെ? ഇയാളാണ് ശരിയല്ല തോന്നുന്നുണ്ടല്ലോ. ഇയാളെ നോട്ടും കാട്ടിക്കൂട്ടലൊന്നും ശരിയല്ലല്ലോ. അടച്ചോനെ കാത്തോളനെ. അല്ല,
ചിരിക്കണത്? നിങ്ങളെ തൊക്കില് മുഴ ഉണ്ടോ? ഇല്ലേ, അത് ഞാൻ പണ്ടത്തെ ജയന്റെ സിനിമയത്തെ ഒരു രംഗം കൊടുത്തതാ. സിനിമാ നടൻ ജയന്റെ എട്ടരിക്കൊക്കെ എത്തൂല. ഇയാളെന്താ ഇങ്ങനെ? ഇത് കൈ മനഃപൂർവ്വം തൊട്ടതോ അതോ അറിയാതെ പറ്റിയതോ? ഏതായാലും നോക്കാം. അത്ര ശരിയല്ലെന്നാ തോന്നണേ. മോളെ, താത്ത ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹൗ, നല്ല രസമല്ല ചായയും കടി. അടുത്തൊന്നും ഞാൻ ഉച്ചയ്ക്ക് നല്ല ചായയും കടി കുടിച്ചിട്ട് തന്നെ അല്ല. അൽഹംദുലില്ലാ. അല്ല, ഇപ്പൊ നല്ല സുഖല്ലേ എനിക്ക്? നേരത്തിന് കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. എന്ത് രസമല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കണേ. നല്ലൊരു കുട്ടിയാണ്, നല്ല സ്വഭാവമുള്ളൊരു കുട്ടി. പാവാടപ്രായത്തിൽ ഞാൻ കണ്ടപ്പം ഒരു താമരമൊട്ടായിരുന്നു നീ, ഒരു താമരമൊട്ടായിരുന്നു നീ. കാര്യങ്ങൾ യജമാനനും ഞാൻ വേലക്കാരിയൊക്കെ തന്നെയാണ്. എന്നാലും ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പാടണേക്കെ ഒരു രസമില്ല. അതെനിക്ക് എന്നെ പറ്റി ചെറുപ്പത്തിൽ അറിയട്ടാ. ഞാൻ എന്ത് ജാതി പാട്ടിനി പാടിനി. ഇപ്പം അങ്ങനെയൊന്നും പാടാൻ കഴിയുന്നില്ല എനിക്ക്. വയസ്സായി എന്നുള്ള ആ ബോധം ഉണ്ടായാൽ മതി. ചോറെടുത്ത് വെച്ചിന് കേട്ടോ, ചോറ് നോളി. എന്താ നിങ്ങൾ ഇങ്ങനെ വീട്ടേക്ക്? ഇതാപ്പോ അവിടെ ഒച്ചയും വർത്താനൊക്കെ കേൾക്കണ്. എൻ്റെ ചോറും കറിയും നല്ല രസമുണ്ടെന്ന് പറയാൻ വേണ്ടി വന്നാ. അതിനെങ്ങനെയാണോ വരിക? ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. ഞാൻ ഒരുപാട് വീടുകളിൽ ജോലി ചെയ്ത് കണ്ട ഇത്ര കാലം ജീവിച്ചത്. ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ നിന്നാണ്. ഇത്ര നല്ലൊരു കുടുംബത്തെ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടണത്. ഉമ്മി, നിങ്ങളെ മരുവോളും ഒക്കെ നല്ലതാ. മക്കളെ പറയിപ്പിക്കാൻ വയസ്സാം കാലത്ത് ഓരോന്നുണ്ടാവും. എല്ലായിടത്തും ഉണ്ടാവും ഓരോന്നത് പോലത്തെ. ഇനിയിപ്പോ നീ ആരോട് പറയാൻ നിൽക്കണ്ട. ഞാനിത് ആരോടും പറയൂല. നിങ്ങളും ആരോടും പറയാതിരുന്ന എനിക്ക് നല്ലത്. എന്താ പൊടുന്ന് ഇങ്ങനെ ഒരു ഒച്ചയും വർത്താനൊക്കെ കേൾക്കണ്? പഠിച്ചോനെ, ഞാനിപ്പോൾ ഈ കടത്തങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മളെ പാടത്ത് വേറെ ഉള്ളവർ വിത്തിടുമല്ലോ. അല്ലാ മോളെ, അമ്മ വിളിക്കണ്ട്, ഞാൻ പോവാ. ഇമ്മാക്ക് ഇവിടുന്നൊന്ന് നീച്ചു നോക്കേ. ഇനി ഈ കടത്ത് അങ്ങനെ കടന്നിട്ട് ഒരു ഗതിയേട്. ഒരു സന്തോഷം, സമാധാനം.